find an approximate root. Find an approximate root of x into log x to the base 10 minus 1.2 equal to 0. Find an approximate root of x log x to the base 10 minus 1.2 equal to 0 by regular falsy method. ഈ മെത്തേഡിനെ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ ഒന്നും പറയാണ്ട് സോ രണ്ടും ഒന്ന് തന്നെയാണ്. ഫൈൻഡ് ആൻ അപ്രോക്സിമേറ്റ് റൂട്ട് ഓഫ് എക്സ് ലോഗ് എക്സ് ടു ദ ബേസ് 10 മൈനസ് 1.2 ഈക്വൽ ടു 0. സോ സൊല്യൂഷൻ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് ടു ദ ബേസ് 10 മൈനസ് 1.2. ഇതാണ് എഫ് ഓഫ് എക്സ്. x into log x to the base 10 minus 1.2. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇവിടെ log x to the base 10 എന്ന് പറയുന്നത് കോമൺ ലോഗരിതമാണ്. നമ്മൾ സാധാരണ ലോഗാണ് log x to the base 10. നാച്ചുറൽ ലോഗരിതം വേറെ ഉണ്ട്, അത് log x to the base e ആണ്. നാച്ചുറൽ ലോഗ് അതിനെയാണ് നമ്മൾ ln e എന്നൊക്കെ പറയാം. ഓക്കെ, ln x എന്ന് പറയാം. ദാറ്റ് ഈസ് ln x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബേസ് e ആണ്, ദാറ്റ് ഈസ് നാച്ചുറൽ ലോഗരിതമാണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെ പക്ഷെ ബേസ് 10 ആണ്, അതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ടത് കോമൺ ലോഗരിതമാണ്. ഓക്കെ, ലോഗ് നാച്ചുറൽ ലോഗരിതം അല്ല എടുക്കേണ്ടത്, ഇവിടെ എടുക്കേണ്ടത് കോമൺ ലോഗരിതമാണ്. അപ്പോൾ നമ്മൾ വാല്യൂ നോക്കുമ്പോൾ കോമൺ ലോഗരിതത്തിലെ വാല്യൂ വേണം നമ്മൾ നോക്കാൻ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 1. ഓക്കെ, സോ നമ്മൾ വേണമെങ്കിൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എഫ് ഓഫ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 വരുമ്പോൾ മൈനസ് 1.2 വരും. എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 1.2 വരും. ഓക്കെ, എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു, കാരണം ഞാൻ 0 എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് വെച്ചാൽ 0 എടുക്കുമ്പോൾ ലോഗ് 0 വരും. ലോഗ് 0 മൈനസ് ഇൻഫിനിറ്റി ആണ്, അത് ഡിഫൈൻഡ് അല്ല. മനസ്സിലായി? അപ്പൊ മൈനസ് 1.2 കിട്ടില്ല കേട്ടോ. ലോഗ് 0 മൈനസ് ഇൻഫിനിറ്റി ആണ്, അതുകൊണ്ട് അത് ഡിഫൈൻഡ് അല്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അത് ഇട്ട് കഴിഞ്ഞാൽ സിൻടാക്സ് എറർ എന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ എഫ് ഓഫ് 1 നിന്ന് തുടങ്ങിയാൽ മതി. 1 നിന്ന് എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു, നിങ്ങൾ ലോഗ് 0 കാൽക്കുലേറ്ററിൽ ഇട്ടാൽ സിൻടാക്സ് എറർ എന്ന് കാണിക്കും, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി എന്ന് കാണിക്കും. ഓക്കെ, സോ 1 ഇൻറ്റു ലോഗ് 1 ടു ദ ബേസ് 10 മൈനസ് 1.2. So log 1 is 0. Base 10 is log 1 ന്റെ value 0 ആണ്. So you will get minus 1.2 and which is less than 0. Minus 1.2 is less than 0. ഇനി അടുത്ത് നമ്മൾ എഫ് ഓഫ് 2 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 2. So that is 2 into log 2 to the base 10 minus 1.2. ഇതിന്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്ററിൽ കാണാം. ഓക്കെ, ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കാണാൻ നിങ്ങൾക്ക് കിട്ടുക മൈനസ് 0.597940. എനിവേ വിച്ച് ഈസ് ലെസ് ദാൻ 0, അതും ലെസ് ദാൻ 0 ആണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈൻ കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ് സൈൻ കിട്ടുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക. സോ 3 ഇൻറ്റു ലോഗ് 3 ടു ദ ബേസ് 10 മൈനസ് 1.2. So you will get 0.231364, so which is positive. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈൻ കിട്ടി. 2-ൽ നെഗറ്റീവും 3-ൽ പോസിറ്റീവും. സൗണ്ട് കുറവാണ്. ആണോ? സൗണ്ട് കുറവാണ്, എല്ലാവർക്കും കുറവാണോ? ഇത് മാക്സിമം വോളിയത്തിലാണല്ലോ. ഹലോ, എല്ലാവർക്കും പ്രശ്നമുണ്ടോ? ഓക്കെ, ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ശബ്ദം ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ,
ഹലോ ഓക്കെ ആണ് സർ. ഓക്കെ ഫൈൻ. സോ നമുക്കിപ്പോ നെഗറ്റീവ് ഓപ്പോസിറ്റ് സൈൻസ് കിട്ടി അല്ലെ. ഒന്നില് പോസിറ്റീവും ഒന്നില് നെഗറ്റീവും കിട്ടി. 2-ൽ നെഗറ്റീവ് കിട്ടി, 3-ൽ പോസിറ്റീവ് കിട്ടി. സോ അവർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. അപ്പൊ അതെഴുതാ, അവർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. Our root lies between 2 and 3. Our root lies between 2 and 3. Our root lies between 2 and 3. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം f(2) നെഗറ്റീവ് കിട്ടി, f(3) പോസിറ്റീവ് കിട്ടി. സോ 2-ൽ നെഗറ്റീവും 3-ൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈൻ കിട്ടിയാൽ ആ റൂട്ട് ഈസ് ലൈസ് ബിറ്റ്വീൻ 2 and 3. അപ്പൊ നമ്മൾ a ഈസ് ഈക്വൽ ടു 2 എടുക്കുക, b ഈസ് ഈക്വൽ ടു 3 എടുക്കുക. അങ്ങനെ നമുക്ക് ആദ്യം x0 x1 എങ്ങനെ എന്താന്ന് വെച്ചാൽ വിളിക്കുക, x0 എടുക്കുക, x0 കണ്ടുപിടിക്കുക. x0 ന്റെ ഇക്വേഷൻ a into f of b minus b into f of a divided by f of b minus f of a. ഇതാണ് റെഗുലർ ഫാൾസി മെത്തേഡിന്റെ ഇക്വേഷൻ. So that is equal to a2 ആണ്. So 2 into f of 3 minus 3 into f of 2 minus 3 minus 2. So 2 into f of 3 എന്താ വരിക? 2 f of 3 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. So 2 into 0.23136 minus 3 into f of 2. f of 2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, minus 0.59794 divided by 1. സോ അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് x0 കിട്ടും. x0 എന്താ കിട്ടി? ഇതിനിപ്പോ x1 എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. x0 തന്നെ വിളിക്കണമെന്നൊന്നുമില്ല. x1 x2 അങ്ങനെ പോവാം, അല്ലെങ്കിൽ x0 എങ്ങനെ എടുത്താലും നോ ഇഷ്യൂ. ഓക്കെ, സോ വാട്ട് ഇസ് ദ വാല്യൂ? ചെയ്ത് നോക്കുക, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. a into f of b minus b into f of a ചെയ്യുക. സോ a 2 ആണ്, b 3 ആണ്. അപ്പൊ എയും ബിയും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂസ് ഇട്ട് നോക്കണം. വാല്യൂസ് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂവിൽ പോസിറ്റീവും ഒരു വാല്യൂവിൽ നെഗറ്റീവും കിട്ടാം. അപ്പൊ ആ രണ്ട് വാല്യൂസിന്റെ ഇടയിലായിരിക്കും റൂട്ട് ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ചെറിയ വാല്യൂവിനെ എയും ബിഗർ വാല്യൂവിനെ ബിയും വിളിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് ഞാൻ ചോദിച്ചത്. സോ x0 നിങ്ങൾക്ക് കിട്ടുക 2.721014 കിട്ടിയോ? x0 എല്ലാവർക്കും കിട്ടിയോ? 2.721014 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ കൈയോടെ ചെയ്യുമ്പോഴാണ് ന്യൂമറിക്കൽ മനസ്സിലാവുള്ളൂ. ന്യൂമറിക്കൽ ഒരിക്കലും റെക്കോർഡ് ലെക്ചേഴ്സ് കേട്ടിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. കാരണം ഞാൻ ചെയ്യണതിനേക്കാൾ കൂടുതൽ നിങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് x0. ഇത് പോസിറ്റീവ് ആണ് അല്ലെ? ഈ വാല്യൂ പോസിറ്റീവ് ആണ്. ഓക്കെ, ദിസ് വാല്യൂ ഈസ് പോസിറ്റീവ്. ഈ വാല്യൂ പോസിറ്റീവ് ആണോ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് f of x0 ആണ് പോസിറ്റീവ് ആണോ നോക്കേണ്ടത്. ഓക്കെ, x0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് f of x0 കണ്ടുപിടിക്കുക. f of x0 എങ്ങനെ? f of x0 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ f of x ഉണ്ടല്ലോ. f of x എന്താ? f of x x log x to the base 10 minus 1.2. ഇതിൽ x ന് സ്ഥാനത്ത് 2.72 അത് കൊടുക്കുക. അപ്പൊ 2.721014 into log of 2.721014 to the base 10 minus 1.2. ഈ വാല്യൂ കണ്ടുപിടിക്കാം. ഈ വാല്യൂ എന്താ കിട്ടുക? 2.721014 into log of 2.721014 minus 1.2. സോ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ എഴുതാം. -0.01
7104 minus 0.017104 which is less than 0. Which is less than 0. ഇത് നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം f(2) പോസിറ്റീവ് ആയിരുന്നു അല്ലെ, അല്ല f(2) നെഗറ്റീവ് ആയിരുന്നു, f(3) പോസിറ്റീവ് ആയിരുന്നു. f(2) നെഗറ്റീവ് ആയിരുന്നു, f(3) പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ f(2.721014) ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ വരുന്നത് 2.72104 നെഗറ്റീവും 3 പോസിറ്റീവുമാണ്. അതായത് 2.72104 നെഗറ്റീവും 3 പോസിറ്റീവുമാണ് f of x ന്റെ വാല്യൂ. അപ്പൊ റൂട്ട് ലൈസ് ബിറ്റ്വീൻ ഈ 2.72104 3ക്കും ഇടയിലായിരിക്കും റൂട്ട് ഉണ്ടാവുക. അപ്പൊ അത് ആദ്യം എഴുതാം. സോ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.72104 and 3. ഓപ്പോസിറ്റ് സൈൻസ് ഏതൊക്കെയാണോ അതിന്റെ ഇടയിലായിരിക്കും റൂട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ എ എന്തായിട്ട് മാറും? എ ബിക്കംസ് 2.721004 അല്ലെ, 2.72104. b becomes 3 തന്നെ, b remains same. ഓക്കെ, സോ നമ്മുടെ x1 എങ്ങനെ കിട്ടും? x1 is equal to a into f of b minus b into എക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്ക് സ്ഥാനത്ത് ഇപ്പൊ കിട്ടിയ 2.72104 കൊടുക്കണം, ബിക്ക് സ്ഥാനത്ത് 3 കൊടുക്കണം, ബിക്ക് സ്ഥാനത്ത് 3 കൊടുക്കണം. So 2.72104 into f of 3 minus 3 into f of 2.72104 divided by 3 f of b minus f of x. f of b എന്താ വരിക? ഓക്കെ, യെസ്, f of b വരിക 0.23136 മൈനസ് എഫ് ഓഫ് 2 നമ്മളിവിടെ കണ്ടുപിടിച്ചു, മൈനസ് 0.017104 മൈനസ് 0.017104 ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിൽ എഫ് ഓഫ് 3ക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എഫ് ഓഫ് 3ക്ക് സ്ഥാനത്ത് 0.23136 കൊടുക്കുക, 0.23136 0.23136 0.23136. വലിയ ടഫ് ഒന്നുമല്ല, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അതായത് നമ്മൾ ഒരേ പ്രൊസീജിയറാണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? രണ്ട് വാല്യൂസ് കിട്ടണം, എയും ബിയും കിട്ടണം. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ആ എയും ബിയും യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് നോട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുശേഷം എഫ് ഓഫ് എക്സ് നോട്ട് നോക്കുക. എഫ് ഓഫ് എക്സ് നോട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈൻസ് ഏതൊക്കെ വാല്യൂസ് ആണോ ആ വാല്യൂസിന്റെ ഇടയിലായിരിക്കും റൂട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് വേണം എയും ബിയും ചൂസ് ചെയ്യാൻ. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ നോക്കുക. ഇതിന്റെ വാല്യൂ ഇട്ട് നോക്കുക. ഞാനേ തൊട്ട് മുന്നേ എക്സ് നോട്ട് കണ്ടപ്പോ ഇവിടെ 1 എന്നല്ലേ ഡിനോമിനേറ്ററിൽ വന്നത്, അത് തെറ്റാണ് കേട്ടോ. കാരണം എഫ് ഓഫ് ബി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഞാൻ ബി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എഫ് ഓഫ് ബി അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് 1 വന്നത്. അത് അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. എഫ് ഓഫ് ബി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് 0.23136 മൈനസ് എഫ് ഓഫ് 2ന്റെ വാല്യൂ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ആ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ വരിക വാല്യൂ? ഇവിടെ 2.72104 into 0.23136 അല്ലേ, 2.23136 മൈനസ് 3 into എഫ് ഓഫ് ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ബിക്കംസ്
എന്താ കിട്ടുക? 0.63 ഡിവൈഡഡ് ബൈ 0.23175 വരും. So you will get 2.740627. x1 equal to 2.740627. ഇനി നമ്മൾ f of x1 കണ്ടുപിടിക്കുക. f of x1 കണ്ടുപിടിക്കുക. f of x1 is equal to f of 2.740627. This is equal to x log 2. 2.740627 into log of 2.740627 base 10 minus 1.2. ഈ വാല്യൂ നോക്കാം. ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 0.0011998. 11998. So again, ഇത് പോസിറ്റിവിറ്റി. This is positive. ഓക്കെ. അപ്പൊ നമ്മൾ ഏതിന്റെയൊക്കെ ഇടയിലായിരിക്കും റൂട്ട് വരിക? f of 3 നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ആണ്, f of x1 പോസിറ്റീവ് ആണ്. സോ ഒരിക്കലും ഇതിനും 3ക്കും ഇടയിലായിരിക്കില്ല. ഈ 2.72104നും 2.740627നും ഇടയിലായിരിക്കും നമ്മുടെ റൂട്ട് വരിക. മനസ്സിലാവുണ്ടോ? സോ അവർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.72. അതെങ്ങനെയാ നോക്കേണ്ടത് മനസ്സിലായില്ലേ? റൂട്ട് അതായത് f of 2.72104 നെഗറ്റീവ് ആണ്, എന്നാ f of 2.740627 പോസിറ്റീവ് ആണ്. അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെ ഇടയിലായിരിക്കും റൂട്ട് വരിക. സോ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.72104 ആൻഡ് 2.740627. 2.740627. ഇനി അപ്പൊ എ മാറി, ഇപ്പൊ ബി ഇവിടെ ചേഞ്ച് ആവും. ബി ബിക്കംസ് 2.740627. ഓക്കെ, മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? ക്യാൻ യു ഫോളോ മീ? പ്രോബ്ലം മനസ്സിലാവുണ്ടോ? മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ അല്ലെങ്കിൽ റെഗുലർ ഫാൾസി മെത്തേഡ്, ഇത് ഒരേ പ്രൊസീജിയർ ആണ്. നമ്മൾ ആ ചിഹ്നം നോക്കണം. അതായത് എക്സിനോ ഒരു വാല്യൂ നോക്കിയിട്ട് f of x പോസിറ്റീവും നെഗറ്റീവും വരുന്നതിന്റെ ഇടയിലായിരിക്കും റൂട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് 2ൽ നെഗറ്റീവും 3ൽ പോസിറ്റീവും കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി 2ക്കും 3ക്കും ഇടയിലാണ് റൂട്ട്. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ അതിനിടയിലുള്ള ഒരു വാല്യൂ കണ്ടുപിടിച്ചു. അതാണ് 2.7 സംതിങ് നമുക്കൊരു വാല്യൂ കിട്ടിയത്. പിന്നെ നമ്മൾ f of 2 പോയിന്റ് സംതിങ് കണ്ടുപിടിച്ചു. അപ്പൊ അത് നമുക്ക് നെഗറ്റീവ് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി അതിനും 3ക്കും ഇടയിലാണ് റൂട്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അതേ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ആ 2.7നും 3ക്കും ഇടയിൽ മറ്റൊരു വാല്യൂ കിട്ടി. ഓക്കെ, ഇനി പിന്നെ ആ വാല്യൂയിൽ f of x ന്റെ വാല്യൂ ചിഹ്നം നോക്കി. f of x ന്റെ ചിഹ്നം അവിടെ നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 2.7ന്റെയും അതിന് ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂന്റെയും ഇടയിലാണ് എന്ത് വരുന്നത്? റൂട്ട് വരുന്നത്. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, ഫൈൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനാണ് നമ്മൾ ലൈവ് ക്ലാസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് റെക്കോർഡർ ഇട്ടാൽ മതി. ഒരിക്കലും ന്യൂമറിക്കൽ അങ്ങനെ റെക്കോർഡർ ഇട്ട് കേട്ടാൽ അത്ര ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂമറിക്കൽ പഠിക്കേണ്ട മെത്തേഡ് ആക്ച്വലി ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. യെസ്, സോ നമുക്കിത് വീണ്ടും അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ so our root lies between these two. So x2 is equal to a into f of a, like a into f of b. So 2.72104 into f of 2.740627 minus 2.740627 into f of
2.72104 divided by f of 2.740627 minus f of 2.72104. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വാല്യൂ കിട്ടും. സോ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.7405 ആയിരിക്കും. 2.7405. ഓക്കെ, നിങ്ങളിത് ചെയ്തു പോവാ, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവാ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി വീണ്ടും എഫ് ഓഫ് എക്സ് ടു ആണ്. എഫ് ഓഫ് എക്സ് ടു കാണുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഓക്കെ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക, എന്നിട്ട് ആ പ്രോസസ്സ് വീണ്ടും ചെയ്യാം. ഓക്കെ, സോ ഈ മെത്തേഡാണ് റെഗുലർ ഫാൾസി മെത്തേഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫൈനൽ ആൻസർ ഇതായിരിക്കും കിട്ടുക, 2.7405. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമായിരിക്കും. അടുത്ത x3 കാണുമ്പോൾ ഇതേ വാല്യൂ തന്നെ വരും. ദാറ്റ്സ് ഓൾ. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇതേപോലത്തെ വേറൊരു ചോദ്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരാം. ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ചെയ്യാം. ഓക്കെ, മെത്തേഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത്. വാല്യൂസ് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം. അല്ലെങ്കിൽ ഞാൻ വെറുതെ വാല്യൂസ് എഴുതി പോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, ഈ മെത്തേഡ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ വാല്യൂസ് ഇട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അത് ക്ലിയർ ചെയ്യാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഇതാണ് 2.7405. സോ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. Find the positive root of x cube is equal to 2x plus 5 by regular falsy method. ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ തരാം. അപ്പൊ നിങ്ങളിത് സ്വയം ചെയ്യുക. ഓക്കെ, നിങ്ങളിത് സ്വയം ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, solve for a positive root of x minus cos x is equal to 0 by regular falsy method. ഈ രണ്ട് ചോദ്യം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇത് മെത്തേഡൊക്കെ സെയിം ആണ്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്തായിട്ട് എടുക്കണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 5. എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 5 ആണ് ഇവിടെ. ഓക്കെ, മൈനസ് 2x മൈനസ് 5. എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 ആണ് ഇവിടെ എഫ് ഓഫ് എക്സ്. ഈ 2x പ്ലസ് 5 എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈക്വൽ ടു 0. അപ്പൊ എൽ എച്ച് എസിലുള്ള ടേം ആയിരിക്കും എഫ് ഓഫ് എക്സ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആദ്യം എഫ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പോസിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 0 നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് 1ലേക്ക് പോവാം. 1, 2, 3 അങ്ങനെ പോവാം. അല്ലെങ്കിൽ 0 ആയാലും കുഴപ്പമില്ല. 0 തുടങ്ങിയാലും പോസിറ്റീവ് റൂട്ട് കിട്ടും. സോ 0 തുടങ്ങാം. 0ല് നെഗറ്റീവ് വരും. 1ൽ എന്താണ് നോക്കുക, 2ൽ എന്താണ് നോക്കുക. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിലെ ചെറിയ വാല്യൂവിനെ എയും വലിയ വാല്യൂവിനെ ബിയും വിളിക്കുക. എന്നിട്ട് നമ്മൾ x1 കണ്ടുപിടിക്കുക. x1ന്റെ എഫ് ഓഫ് x1 കണ്ടുപിടിക്കുക. അതിന്റെ സൈൻ നോക്കുക. അങ്ങനെ ഈ മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് പോവുക. രണ്ട് വാല്യൂസ് സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതാണ് റെഗുലർ ഫാൾസി മെത്തേഡ്. സോ
സോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഒന്നില്ലെങ്കിൽ ന്യൂട്ടൺ റാപ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ റെഗുലർ ഫാൾസി ആയിരിക്കും. ഏത് പഠിച്ചാലും ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും വരും. ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ രണ്ടും വരും, ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക, ന്യൂട്ടൺ റാപ്സൺ ഓർ റെഗുലർ ഫാൾസി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിലെ രണ്ട് ടൈപ്പ് വരിക, 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ന്യൂട്ടൺ റാപ്സൺ പഠിച്ചാലും റെഗുലർ ഫാൾസി രണ്ടും പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ട് ഒരു 7 മാർക്ക് നിങ്ങൾക്ക് അഷ്വർ ചെയ്യാം. നിങ്ങളുടെ പുതിയ 28 മാർക്കാണ് വേണ്ടത് അല്ലെ? മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഇന്റേണലിൽ 35 ഉള്ള കുട്ടിക്ക് 28 മാർക്ക് കിട്ടിയാൽ പാസ്സാവും. സോ 7 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾ പാസ്സായി. അത്ര ആലോചിച്ചാൽ മതി. 7 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതിയാൽ നിങ്ങൾ പാസ്സായി. സോ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് നമുക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ എല്ലാം പഠിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് പാസ് മാർക്കിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, റെഗുലർ ഫാൾസി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. സിമ്പിൾ ആണ്. നമ്മൾ നിങ്ങളിത് ചെയ്തു നോക്കിയാൽ മതി, കൃത്യമായിട്ട് ചെയ്തു നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ. പിന്നെ ഈ കോസെക്സിന്റെ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, എപ്പോഴും റേഡിയൻ മോഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും ഡിഗ്രി മോഡിൽ ഇട്ട് ചെയ്യരുത്, നിങ്ങൾക്ക് വാല്യൂ തെറ്റായി പോകും. സോ കോസെക്സിന്റെ ഏത് പ്രോബ്ലം എടുത്താലും അതല്ലെങ്കിൽ ഡിഗ്രിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ റേഡിയനിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. സോ ഐ തിങ്ക് റെഗുലർ ഫാൾസി മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ ഈ 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ചെയ്തു തരാം, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? any സംശയം ഉണ്ടോ? ഹാപ്പി? ഓൾ ഓഫ് യു ഹാപ്പി? ഹാപ്പി? യെസ്. ഓക്കെ, ഗുഡ്, ഫൈൻ. സോ ഇതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ.